സിലപ്പതികാരത്തിലെ കഥയാണ് കർണകിയുടെ കഥ. കണ്ണകി എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ മകളായിരുന്നു. അവർക്ക് കോവലൻ എന്നുള്ളൊരു ഭർത്താവ് ഉണ്ടാവുകയും ആ വിവാഹത്തിൽ കോവലൻ വിവാഹശേഷം മാധവി എന്ന് പറയുന്ന നർത്തകിയുമായി ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു. കോവലൻ തൻ്റെ രാജ്യത്തുള്ള എല്ലാ സ്വത്തും റാണിയായിട്ടുള്ള കർണകിക്ക് കൊടുക്കാതെ എല്ലാം മാധവിക്ക് കൊണ്ട് കൊടുക്കുകയും അവസാനം മാധവി ധനം കുറഞ്ഞപ്പോൾ കോവലനെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ഈ കല്യാണ വിവാഹമായതിനു ശേഷം വർഷങ്ങളോളം കോവലന് വേണ്ടി കണ്ണകി കാത്തിരുന്നു. അങ്ങനെ അവരൊരുമിച്ച് മധുരയിലേക്ക് പോകുന്നു. മധുരയിൽ വെച്ച് കണ്ണകിയുടെ ചിലമ്പ് കണ്ണകി കോവലന് കൊടുക്കുന്നു. അത് കൊണ്ടുപോകുന്ന കോവലനെ രാജാവ് വധിക്കുകയും തുടർന്ന് ഈ വധത്തിനെ തുടർന്ന് കണ്ണകി കോപാകുലയാകുകയും ആ രാജ്യം തന്നെ മധുര എന്ന് പറയുന്ന രാജ്യവും രാജാവിനെയും ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വെറും സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി വന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു തപശക്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെയോ ഒരു രാജാവിനെയോ ഒരു സമൂഹത്തിനെയോ എല്ലാം തന്നെ നശിപ്പിക്കാനും ഉണ്ടാക്കുവാനും ശക്തമായതാണ് എന്നുള്ളതാണ് ഇതിലുള്ള തെളിവ്. കാരണം ഇതൊരു വെറും കെട്ടുകഥ മാത്രമല്ല, മനുഷ്യനുള്ളിലുള്ള ആ ഒരു ശക്തി ചൈതന്യത്തിനെ ആരുണർത്തുന്നു അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എന്തും സാധ്യമാണ്. അതായത് അവർക്ക് സംഹരിക്കാനും രക്ഷിക്കാനും എല്ലാത്തിനും സാധ്യമായ ഒരു സിദ്ധി കൈവരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ മധുര ദഹിപ്പിച്ച് വരുന്ന കണ്ണകി പൊങ്കാലയിട്ട് തിരുവനന്തപുരത്തെ ആറ്റുകാൽ മേഖലയിലെ ജനങ്ങൾ ആദരിക്കുകയും അതിൽ സന്തുഷ്ടയായി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പൊങ്കാല മഹോത്സവം. അമ്മയുടെ നടയിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ നടയിൽ ചോറുണ്ണിക്കാൻ മാതാപിതാക്കൾ കൊണ്ടുവരികയും ഇവിടെ ചോറുണ്ണിക്കുകയും പേര് വയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്മ മാറിയിരുന്നു അന്ന് തൊട്ടേ. പക്ഷെ അന്നൊന്നും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അത്ര ഡീപ്പായിട്ട് അറിയില്ല. പക്ഷെ കാലപ്പോക്കിൽ അതിൻ്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും അമ്മയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം മനസ്സിലാക്കുകയും അമ്മ സമസ്ത വിദ്യകൾ തരുമ്പോഴും അമ്മയുടെ ദർശനം തരുമ്പോഴും ഒക്കെ നമുക്കതൊരു അനുഭൂതിയാവുകയും അങ്ങനെ അമ്മയിൽ കൂടുതൽ ഐക്യമാവുകയും ചെയ്തു. അതേപോലെ തന്നെ എന്നും ഇവിടെ അമ്മയുടെ നടയിലെ ഒരു പൂജാമലരായി അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് എന്നും ഒരു ഇടമുണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ.